ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ വൈകുന്നേരമായിട്ട് ഓട്സ് വെച്ചിട്ടാട്ടോ ഉപ്പുമാവ് ഉണ്ടാക്കിയിരിക്കണത്. അപ്പോൾ ഓട്സ് വെച്ച് എങ്ങനെയാണ് ഉപ്പുമാവ് ഉണ്ടാക്കിയിരിക്കണമെന്ന് കാണാം കേട്ടോ. ഉപ്പുമാവ് ഉണ്ടാക്കാനായിട്ട് ഒരു കഷ്ണം ഇഞ്ചിയും ഒരു പച്ചമുളകും ഒരു സവാളയും പിന്നെ കുറച്ച് ബീൻസും കുറച്ച് ക്യാരറ്റും ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഒരു കപ്പ് ഓട്സ് എടുത്തിട്ട് ചെറിയ ചൂടിൽ ചെറുതായിട്ടൊന്ന് വറുത്തെടുക്കാം കേട്ടോ. ഗ്യാസ് നല്ല കുറച്ച് വെക്കണം കേട്ടോ, അല്ലെങ്കിൽ കരിയും അത്. ചെറുതായിട്ട് നല്ലോണം ഒന്നും വറക്കണ്ട, ചെറുതായിട്ടൊന്ന് വറുത്തെടുക്കാം കേട്ടോ. ഗ്യാസ് നല്ല കുറച്ച് ഇളക്കി കൊടുക്കണം കേട്ടോ, അല്ലെങ്കിൽ അത് അടി പിടിച്ച് കരിയും. ഞാനിത് രണ്ടാമത്തെ പ്രാവശ്യമായിട്ടാണ് ഉണ്ടാക്കണേ. ഞാൻ ആദ്യം ഒരു വട്ടം ഇത് ഉണ്ടാക്കി നോക്കിയിട്ടോ, ശരിയാവുണ്ടോയെന്ന് അറിയണ്ടേ. ആദ്യം ഉണ്ടാക്കി നോക്കി കുഴപ്പമില്ല എന്ന് കണ്ടതിന് ശേഷമാണ് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചിട്ട് രണ്ടാമത് ഉണ്ടാക്കണേ. കുഴപ്പമൊന്നുമില്ല കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ട്. ഓട്സൊക്കെ കഴിക്കാൻ മടിയുള്ളവർക്കൊക്കെ ഇങ്ങനെ ഉണ്ടാക്കി കൊടുത്ത കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുത്താൽ നല്ല ടേസ്റ്റാട്ടോ. ഇനി കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചാൽ അതിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് കുറച്ച് നെയ്യും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒരു സ്പൂണ് നെയ്യും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി കടുകൊന്ന് പൊട്ടണോട് കൂടിയിട്ട് കുറച്ച് ഉഴുന്ന് പരിപ്പ് കഴുകി വെച്ചിട്ടുണ്ട് കേട്ടോ. ആ ഉഴുന്നും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. ഒരു സ്പൂൺ ഉഴുന്നും പരിപ്പ് അതും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി എല്ലാം കൂടി ഒന്ന് കൂട്ടി ഇളക്കി കൊടുക്കാം കേട്ടോ. ഒന്ന് ഉച്ചക്കൊക്കുന്ന വരെ അത്രയും മതി. ഗ്യാസ് നല്ല കുറച്ചില്ലെങ്കിൽ വീണ്ടും കരിയും കേട്ടോ, എല്ലാം കൂടിയും കരിയും. പിന്നെ ഇനി അതിലേക്ക് കുറച്ച് നമ്മൾ ആദ്യം അരിഞ്ഞു വെച്ച ഇഞ്ചിയും പച്ചമുളകും ഉണ്ടല്ലോ, ആ ഇഞ്ചിയും പച്ചമുളകും ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഒരു പച്ചമുളക് എടുത്തുള്ളൂ കേട്ടോ, വല്ലാതെ എരിയാലും ബുദ്ധിമുട്ടാവില്ലേ. അപ്പോൾ അത് നന്നായിട്ട് ഇളക്കി ഒന്ന് മൂപ്പിച്ചെടുക്കാം കേട്ടോ. നല്ലോണം ഇതാവണ്ട, ചെറുതായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം കേട്ടോ. ഗ്യാസ് നല്ലോണം കുറയ്ക്കുന്നുണ്ട് കേട്ടോ, അല്ലെങ്കിൽ ഒന്നിച്ച് കരിയും. നല്ലോണം ഇളക്കി കൊടുത്തിട്ട് ഇനി ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ച സവാളയും കൂടി കൂട്ടി കൊടുക്കാം കേട്ടോ. സവാള ഇട്ട് കൊടുക്കാം. ഒരു സവാള മാത്രമേ ഇട്ടെടുത്തിട്ടുള്ളൂ. ചെറിയൊരു സവാള ഫുള്ളായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഇത് എല്ലാം കൂടി ഒന്ന് വാട്ടി കൊടുക്കാം കേട്ടോ. നല്ലോണം ഒന്ന് വാട്ടിയെടുക്കാം. അയ്യോ, ഇതിലേക്കൊരു സംഭവം ഇട്ട് കൊടുക്കാൻ മറന്നു കേട്ടോ. ഞാൻ കുറച്ച് അണ്ടിപ്പരിപ്പ് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു, അതാ ഉഴുന്നിടുമ്പോൾ ഇട്ട് കൊടുക്കണമെന്ന് വിചാരിച്ചാട്ടോ. അയ്യോ, ഞാനത് മറന്നു കേട്ടോ, സത്യം പറഞ്ഞത് മറന്നുപോയി. ഇനി ഗ്യാസ് ഒന്ന് കുറയ്ക്കട്ടെ കേട്ടോ. ഇനി ഇതിൻ്റെ ഇടയിൽ ഇട്ട് കൊടുക്കാം. നല്ലോണം ഇടയിൽ വെച്ചിട്ട് ഇട്ട് കൊടുക്കട്ടെ. ഞാനത് അവിടെ വെച്ച് പോകുന്നു, ഞാൻ എടുക്കട്ടെ കേട്ടോ. അത് ഇട്ട് കൊടുക്കാം. അണ്ടിപ്പരിപ്പ് ഇടയിൽ ആദ്യം ഇട്ട് കൊടുക്കേണ്ടതായിരുന്നു, എന്നാലാണ് നല്ലോണം ഒന്ന് മൂത്ത് കിട്ടുള്ളായിരുന്നു. കുഴപ്പമില്ല. എല്ലാം കൂടി ഒന്ന് ഇളക്കി യോജിപ്പിക്കാം കേട്ടോ. നല്ലോണം അങ്ങോട്ട് കരിക്കണ്ട, ഇതുപോലെ നല്ലോണം ഒന്ന് ഇളക്കാം കേട്ടോ. ഞാനിതൊരു വട്ടം ഇന്നലെ ഉണ്ടാക്കി കഴിച്ച് ടേസ്റ്റ് ഉണ്ടെന്ന് അറിഞ്ഞതിന് ശേഷം കേട്ടോ വീഡിയോ എടുക്കണേ. അല്ലെങ്കിൽ ഇനി കൊളാവുണ്ടാവും വിചാരിച്ചിട്ട്. ഇനി നമ്മൾ അരിഞ്ഞു വെച്ച ബീൻസും ക്യാരറ്റൊക്കെ ഉണ്ടല്ലോ, അത് ഞാനൊന്ന് വേവിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. കാരണം ഇതിലാവുമ്പോൾ ഒരുപാട് നേരം പിടിക്കില്ലേ. അപ്പോൾ കുക്കറിലിട്ടൊരടി അടിച്ചിട്ടുണ്ട്. ഒരു കപ്പ് വെള്ളം കേട്ടോ എടുത്തിരിക്കുന്നത്. ഒരു കപ്പ് വെള്ളത്തിലേക്കാണ് ഈ ക്യാരറ്റും ബീൻസൊക്കെ ഇട്ടിട്ട് വേവിച്ച് വെച്ചിരിക്കുന്നത്. ഇനി ഇതിലേക്ക് നല്ല വെന്തുണ്ട് കേട്ടോ. നല്ല വെന്തതിന് ശേഷം ഇനി ഇതിലേക്ക് നമ്മൾ ആ ഓട്സ് വറുത്ത് വെച്ചിട്ടില്ലേ, വറുത്ത് വെച്ച ഓട്സ് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇത് ഒരു കപ്പ് ഓട്സ് ആട്ടോ എടുത്തിരിക്കുന്നത്. ഒരു കപ്പ് ഓട്സിലേക്ക് ഒരു കപ്പ് വെള്ളം, ചെറിയൊരു കപ്പ് ഓട്സിലേക്ക് ചെറിയൊരു കപ്പ് വെള്ളം കേട്ടോ. ഇനി എല്ലാം കൂടി ഒന്ന് ഇളക്കി യോജിപ്പിക്കാം കേട്ടോ. പാകത്തിന് വെള്ളം ഉണ്ട് അതിൽ. ഇനി വെള്ളം പോരാന്നുണ്ടെങ്കിൽ കുറച്ച് ചൂടുവെള്ളം തളിച്ചു കൊടുത്താൽ മതി കേട്ടോ. കുറച്ച് കുറവുണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് ചൂടുവെള്ളം തളിച്ചു കൊടുത്താൽ മതി. പക്ഷെ ഇതിലുണ്ട് കേട്ടോ, ആവശ്യത്തിനുണ്ട്, വെള്ളം ഉണ്ട് അതിൽ. ഉപ്പൊക്കെ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ആ ക്യാരറ്റും ബീൻസും വേവിക്കണതിൻ്റെ കൂട്ടം ഞാൻ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇന്ന് അടച്ച് വയ്ക്കാം. കുറച്ച് നേരം ആവിയിലൊന്ന് വെന്ത് കിട്ടട്ടെ. ഗ്യാസ് നല്ലോണം കുറച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ, നല്ലോണം കുറച്ച് വെച്ചിട്ടുണ്ട്. ഒരു 10 മിനിറ്റ് ഒന്ന് ആവി കയറിയിട്ട് ഒന്ന് തുറന്ന് നോക്കാം കേട്ടോ. ഒന്ന് നല്ലോണമായിട്ടൊന്നുമില്ല, എന്നാലും ഒന്ന് ഇളക്കി കൊടുക്കാം. എല്ലായിടവും നല്ലോണം വെന്ത് കിട്ടണ്ടേ. ഇനി അഥവാ ഇങ്ങനെ ഒന്ന് തുറക്കുമ്പോൾ ഒട്ടും വെള്ളമില്ല, അടി പിടിക്കാതിരിക്കാൻ വേണ്ടി കുറച്ച് വെള്ളം വേണമെങ്കിൽ തളിച്ചു കൊടുക്കാം കേട്ടോ. പക്ഷേ ഇതിൽ വേണ്ട, നല്ല ആവശ്യത്തിനുണ്ട്. അപ്പോൾ ഒന്നും കൂടി അടച്ചു കൊടുക്കാം കേട്ടോ. ഒരു 10 മിനിറ്റ് ഒന്നും കൂടി അടച്ചു വെച്ചതിന് ശേഷം നമുക്ക് തുറന്ന് നോക്കാം.
കുഴപ്പമില്ല കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അങ്ങനെ ഉണ്ടാക്കി നല്ല ടേസ്റ്റാണ്. കുട്ടികൾക്കൊക്കെ ചെറുട്ടൊക്കെ ചായക്കൊക്കെ അങ്ങനെ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ അവർ കഴിച്ചോളും. കുറച്ച് പഴമോ പഞ്ചസാര എന്തെങ്കിലുമൊക്കെ ഇട്ട് കൊടുത്താൽ മതി. പിന്നെ ഇതാണെങ്കിൽ ക്യാരറ്റും ബീൻസൊക്കെ ഇടണതല്ലേ, നമുക്ക് പച്ചക്കറികളൊക്കെ ഇടാം കേട്ടോ, വേറെയൊക്കെ ഇടാം. കണ്ടോ ഓട്സ് ഉപ്പുമാവ് നല്ല നന്നായി വന്നിട്ട് കേട്ടോ, ആവശ്യത്തിന് വെന്തിട്ടൊക്കെ ഉണ്ട് കേട്ടോ. കണ്ടോ എല്ലാം ഉണ്ട്, ക്യാരറ്റും അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ ഉണ്ടല്ലോ. നല്ല വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഒരു 10-15 മിനിറ്റ് നല്ലോണം ഒന്ന് അടച്ച് വെച്ച് ഒന്ന് രണ്ട് വട്ടം ഒന്ന് തുറന്ന് ഇളക്കി കൊടുത്താൽ മതി. അപ്പോൾ റെഡി ആയിട്ടുണ്ട് കേട്ടോ. കണ്ടോ ഏട്ടന് കഴിക്കാൻ കൊടുത്തപ്പോൾ അതിൻ്റെ മുകളിൽ കുറച്ച് പഴവും ഇത്തിരി പഞ്ചസാരയൊക്കെ വിതറിയിട്ടുണ്ട് കേട്ടോ. ഞാൻ പഴമൊന്നും എടുത്തില്ല കേട്ടോ, എനിക്ക് പഞ്ചസാര എടുക്കണതും ഇഷ്ടമല്ല. ഏട്ടൻ ഇത്തിരി പഞ്ചസാരയൊക്കെ ഇട്ടിട്ടാണ് കഴിച്ചിരിക്കുന്നത്. പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ.